ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടും നമ്മൾക്ക് വേണ്ടുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റുകളാണ്. നമുക്ക് എപ്പോഴും കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഒരു 80 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളും ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണിത്. എനിക്ക് വീട്ടിലേക്ക് വേണ്ടുന്നതല്ല ഞാൻ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കും. അതിനുശേഷം ഓഫർ വരുന്ന സമയത്ത് മാത്രമേ ഞാനിത് ബുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റുകളാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റ് കാണിക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ചോപ്പിംഗ് ബോർഡാണ്. വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സ്റ്റീലാണ്. സ്റ്റീൽ എന്ന് വെച്ചാൽ നല്ല സ്റ്റീലാണ്, നല്ല വെയിറ്റ് ഉള്ളതാണ് പ്രോഡക്റ്റ്. അത്യാവശ്യം നമുക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കാത്ത അത്രയും വെയിറ്റ് ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ കാണുന്നത് പോലെ ടേബിളിൽ വെച്ചിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾ അതിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഷെയ്ക്ക് ആവുകയും ചെയ്യും. അതുപോലെ ആ സ്റ്റീലിൻ്റെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊരു അൺകംഫർട്ട് ആയിരിക്കും നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്ലെയിൻ ആയിട്ടുള്ള സ്ലാബിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു കട്ടിങ് കൊടുത്തു. ആ കട്ടിങ് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള സ്ലാബിനകത്തേക്ക് കയറ്റുക. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഈ സ്ലാബിനകത്തേക്ക് ഞാനത് കയറ്റി വെച്ചിരിക്കുക. അപ്പോൾ ശരിക്കും നല്ല ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അത് മൂവ് ചെയ്യത്തില്ല. ഞാൻ അതിൽ നിന്ന് ഇപ്പം പുറത്തെടുത്ത് കഴിയുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒന്നും വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലാബ് ഉള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈഡിൽ വെള്ളം താഴേക്ക് പോകാത്ത രീതിയിൽ സൈഡിൽ കുറച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലാബുകളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന് മറ്റൊരു യൂസും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ച പോലെ സ്ലാബിൽ നമ്മൾ അതിൻ്റെ ആ കട്ടിങ് കയറ്റിയിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ അത് പിന്നെ അവിടെ നിന്ന് ഒട്ടും ഷെയ്ക്ക് ആകില്ല. അതിനകത്തിട്ട് നന്നായിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാമെന്നുള്ളൊരു യൂസും കൂടി ഇതിനുണ്ട്. നിങ്ങളുടെ കിച്ചണിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് 384 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ. ഓക്കെ. ഇത് സ്പൂൺ ഇട്ട് വെക്കുന്ന ഒരു ഹോൾഡറാണ്. സ്പൂണ്, കത്രിക, പിന്നെ അതുപോലെ തന്നെ നൈഫ്, ചെറിയ നൈഫ്, അതൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കാം. ഇതിനകത്തൂടെ സ്പൂണിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ കഴുകിയിട്ട് പെട്ടെന്ന് ഇതിനകത്തേക്ക് സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഉള്ളത് അതിനടിയിൽ കൂടെ താഴെ പോവുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇതുപോലെ വെക്കാം. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. 139 റുപ്പീസ് ഇത് പുറത്താണ്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളുക. ഓക്കെ. അടുത്ത ഐറ്റം കാണിക്കുന്നത് ഇതൊക്കെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് കരുതി കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. സത്യത്തിൽ ഇപ്പോഴാണ് ഇതിന് ഞാനിതെല്ലാം വാങ്ങിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകും. പിന്നെയും വരാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ കിട്ടിയതാണ് ഇതെല്ലാം. ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അവരുടെ സൈറ്റിൽ കിടക്കുന്നത് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന സിലിക്കൺ സ്പാറ്റിൽ നിന്നാണ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. തൊട്ട് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ചൂടിൽ പോകില്ല എന്ന് വിചാരിക്കുന്നു. വുഡാണ്. വുഡിന്റെ താഴെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 254 രൂപയാണ് ഈ 3 എണ്ണം. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളുക. ഓക്കെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ കാണുന്ന പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. ഇതിനകത്തൊരു 4 പീസ് സെറ്റാണ്. അതിൻ്റെ അടപ്പും ഫിൽറ്ററും എല്ലാമായിട്ട്. ഇതെന്താണെന്ന് മനസ്സിലായ സാധനം അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ എപ്പോഴും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലിൽ നിന്നും അതിനകത്തുള്ള വേസ്റ്റിനെ സെപ്പറേറ്റ് ആക്കി എടുക്കാനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഓയിൽ നമുക്കൊന്നും കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു ഫിൽറ്റർ എടുത്തിട്ട് ഇതിൽ വെക്കുക. വെച്ചതിന് ശേഷം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് വരും. ഫിൽറ്റർ ചെയ്ത് ഓയിലെല്ലാം ഈ പാത്രത്തിൽ പോകും. അപ്പം ഈ ഓയിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ആ ഓയിൽ ഇതിൽ തന്നെ നമുക്ക് അടച്ച് ഇങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യാം. ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ ഇത് നമ്മൾ അരിച്ചു കഴിയുമ്പം അത് ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ അവിടെ ഇരിക്കും. അത് പതുക്കെ ഓയിൽ താഴെ പോകും. ആ വേസ്റ്റ് എല്ലാം മുകളിൽ കിടക്കും. പിന്നീട് എടുത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ വെച്ചാലും അടയ്ക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എനിക്കിത് ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് വാങ്ങിക്കുന്നതാണ്. ഈ പാത്രം പിന്നെ മറ്റെന്തെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാനും യൂസ്ഫുൾ ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 297 രൂപയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഓർഡർ ചെയ്യുക. നെക്സ്റ്റ് കാണിക്കുന്ന പ്രോഡക്റ്റും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എല്ലാവരുടെയും വീട്ടിൽ സത്യത്തിൽ അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒരു സാധനമാണ്.
ഈ കാണുന്നത് ഫ്രിഡ്ജിലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ചീത്തയാകാതെ സൂക്ഷിച്ചു വെക്കുന്ന ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോക്സസ് ആണ്. സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന്റെ പുറത്ത് എന്തെങ്കിലും സ്ലൈസ് ആക്കിയിട്ടുള്ള ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, അതല്ലെങ്കിൽ മല്ലിയില, കറി ലീവ്സ്, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ ഒരു പാത്രത്തിനകത്ത് ഡയറക്റ്റ് ഇട്ടുള്ളതുകൊണ്ട് ആ വെള്ളം അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് സ്പോയിൽ ആയി പോകും പെട്ടെന്ന്. അപ്പൊ ഇതുപോലുള്ള ഒരു ഡിഷിനകത്ത് ഇതേപോലുള്ള റാക്ക് വെച്ചിട്ട് ഇതിന്റെ റാക്കിന് ഇവിടെ 4 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് താഴെ മുട്ടത്തില്ല. അപ്പൊ കറി ലീവ്സ് ആയാലും മല്ലിയിലയാലും നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്ത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് ഈ അടപ്പ് കൊണ്ട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ പുറത്തുനിന്ന് മല്ലിയില സേഫ് ആയിട്ടിരിക്കും. വെള്ളം കംപ്ലീറ്റ് താഴേക്ക് വന്നിട്ട് താഴെ വെള്ളം കിടക്കും. 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിലും ഓരോരോ ഇതുപോലത്തുള്ള റാക്കുകളുണ്ട്, അതിന്റെ അടപ്പുണ്ട്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ സ്പോയിൽ ചെയ്യാൻ നമുക്ക് കാണുകയും ചെയ്യാം. പക്ഷെ വെള്ളം മുട്ടാത്തത് കൊണ്ട് തന്നെ സ്പോയിൽ ആകത്തില്ല. ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും 200 രൂപയ്ക്കാണ് ഞാൻ ഇത് ഇത്രയും വാങ്ങിച്ചത്. അടുത്ത കാണിക്കുന്നത് ഒരുപാട് നാളായിട്ട് ഞാൻ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഒരു നൈഫ് ഷാർപ്പനർ ആണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാധനം. നമ്മുടെ വീട്ടിലെ നൈഫ് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം എല്ലാ വീട്ടിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിനധികം പ്രൈസ് ഒന്നും ഇല്ല. ഇത് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പ്ലാസ്റ്റിക് ആണ്, ഇതിന്റെ ഹോൾഡർ എല്ലാം പ്ലാസ്റ്റിക് ആണ്. 155 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുക. ഇനി അടുത്ത് കാണിക്കുന്ന പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇതൊരു ഡസ്റ്റ് മോപ്പാണ്. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഈ ചെറിയ കമ്പിയെ നമുക്ക് വലുതാക്കി സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റബിൾ മോപ്പാണിത്. ഇതൊക്കെ നമ്മുടെ ഫാനിലെയും റൂഫിലൊക്കെ ഇരിക്കുന്ന ഡസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു മോപ്പാണിത്. അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം വെച്ചിട്ട് ഹൈറ്റ് കൂട്ടാം. ഈ കമ്പി ഇവിടെ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ കൂട്ടാം. അപ്പൊ ആക്ച്വലി ഒരുപാടുണ്ട് കേട്ടോ. ഏകദേശം ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് റൂഫിൽ മുട്ടും. അത് അത്ര ക്വാളിറ്റി ഒന്നും ഉള്ളതല്ല ഇത്. ഡസ്റ്റ് മാത്രം കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. വെള്ളത്തിലൊന്നും ഇടുന്നില്ലാത്തതുകൊണ്ട് കുറച്ച് നാൾ നിൽക്കും. വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകുമെന്ന് തോന്നുന്നു. കാരണം അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ ഇതിന് കാണുന്നില്ല. പിന്നെ അവരുടെ പിക്ചറിൽ അത് കാണിച്ചിരുന്നത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഫാനിന്റെ ലീഫിൽ തുടയ്ക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതല്ല. തന്നതിന് മാറിയതാണോ അറിയില്ല, എനിക്ക് കിട്ടിയത് അങ്ങനത്തേതല്ല. ജോയിൻ ചെയ്തതിന് ശേഷം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എത്രയാണോ നിങ്ങളുടെ ഹൈറ്റ്, ആ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 158 റുപ്പീസേ ഉള്ളൂ. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, ഇതെന്താണെന്നറിയാമോ? ഈ സ്റ്റീൽ കൊണ്ട് ഇത് ഫിഷ് ക്ലീനിങ് ബ്രഷ് ആണ്. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എല്ലാവരും വാങ്ങിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിഷ് ക്ലീൻ ചെയ്ത് കിട്ടും. ഈ പ്രോഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇത് ഗ്രിപ്പ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് പോകും. വെറും 100 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഇത് വാങ്ങിച്ചോളൂ. എപ്പോഴും നമുക്കുള്ളൊരു പ്രോബ്ലം ഇതെന്താണെന്നോ, ഇത് സിലിക്കണിന്റെ ഇഡലി മേക്കിംഗ് മോൾഡ് ആണ്. കുത്തി പൊടിച്ചൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സിലിക്കൺ മോൾഡ്. അപ്പൊ ഇത് ഇഡലി പാത്രത്തിനകത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ നിന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സിലിക്കണിന്റെ ഇഡലി മേക്കിംഗ് മോൾഡ് ആണ്. ഇതിന് വെറും 115 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുക. ഈ പ്രോഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കും. വെറും 100 റുപ്പീസിനൊക്കെ ചീപ്പായിട്ടുള്ള ഇത്രയും വിലക്കുറവിൽ വേറെ ഒരു സൈറ്റിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ബുക്ക് ചെയ്യാം. ഇതൊരു മൾട്ടി ഗ്രെയിൻ ഡിസ്പെൻസർ ആണ്. ഇതിനകത്ത് നമുക്ക് ഗ്രെയിൻസും cereals അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. അതായത് നമ്മുടെ കടല, പയറ്, കടല, തുമര, പയർ അങ്ങനത്തുള്ള സാധനങ്ങൾ ഓരോന്നിനകത്തും ഇട്ട് വെക്കാം. ഓരോരോ ട്രെയിലായിട്ട് ഇട്ട് വെക്കാം. അതിനുശേഷം ഇപ്പം ഇതിനകത്തെ തുമര അല്ലെങ്കിൽ പയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും താഴെ ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലോ, ഇതിൻ്റെ താഴെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പിനകത്തേക്ക് നമുക്ക് ഓരോ കപ്പ് മെഷർമെന്റിൽ എടുത്തിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്തെ പ്രോഡക്റ്റ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവുന്നു. ഇതിലേക്ക് വീഴുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് യൂസ് ചെയ്യാം. വീണ്ടും നമുക്ക് എനിക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മാറി ഇപ്പുറത്ത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് പ്രസ് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. ഇത് മാറി ഇപ്പൊ എവിടേക്ക് വെച്ചു അറിയാതെ പ്രസ് ചെയ്ത് ഇത് ഓപ്പൺ ആകില്ല. താഴേക്ക് പോയി സ്റ്റക്ക് ആവുമെന്ന് പേടിക്കേണ്ട, ഓപ്പൺ ആകില്ല. ഈ കപ്പ് ഇരിക്കുന്നിടത്ത് മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാറി നമ്മൾ പ്രസ് ചെയ്തു എന്നുള്ളൊരു പേടി വേണ്ട. ഓക്കെ, ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മുകൾ ഭാഗം ഇങ്ങനെയാണ്. ഇതിനകത്തൂടെ നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ ഇട്ട് കൊടുക്കാം. മരം അങ്ങനത്തുള്ള സാധനങ്ങൾ ഇതിലൊക്കെ ഇടാം.
പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ സ്പേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗാർലിക് ഉണ്ടെങ്കിൽ അത് കുറച്ച് അവിടെ വെച്ചിട്ട് ഇത് അടച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തൊമരയിലൊന്നും ജീവികളൊന്നും കയറത്തില്ല. അത് സ്പോയിൽ ആവാതെ കുറച്ച് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ജീവികൾ കയറുകയൊക്കെ ചെയ്തിട്ട് അത് ഒരുപാട് നാളിരിക്കുമ്പോൾ ചീത്തയായി പോകാറുണ്ട്. ഈ ഗാർലിക് ഇട്ട് വെച്ചാൽ അങ്ങനെ വരത്തില്ലെന്നാണ് പറയുന്നത്. ഇത് ഗ്ലാസ് അല്ല, അതുകൊണ്ട് താഴെ വീണ് പൊട്ടുമെന്ന് പേടിക്കണ്ട. പിന്നെ ഇത് ഫൈബർ ആണ്. ഇതിന്റെ താഴെയായിട്ട് അതുപോലെ ബുഷ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഇതിന്റെ അടിവശത്ത് ബുഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യത്തില്ല, അവിടെ തന്നെ ഇരിക്കും. അതിന് അടിയിൽ ബുഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വെറും 851 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു നൈഫിൻ്റെ സെറ്റാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന 3 ഡിഫറെൻറ്റ് സൈസിലും അതുപോലെ 3 ഡിഫറെൻറ്റ് മോഡലിലും വരുന്ന നൈഫിൻ്റെ സെറ്റാണിത്. നല്ല ഭംഗിയുള്ളതാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. 3 നൈഫ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫിഷോ ചിക്കനോ പിന്നെ വെജിറ്റബിൾസോ എല്ലാം കട്ട് ചെയ്യാം. ഏത് നൈഫ് വേണമെങ്കിലും യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള നൈഫാണ്. അതുപോലെ തന്നെ 181 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണ്ടത് ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്. ഈ നെക്സ്റ്റ് വീഡിയോ. ബൈ.